സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ പണിമുടക്കുകയാണ്. 3 ദിവസത്തെ ആപ്പ് ബഹിഷ്കരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാര സമരം തുടങ്ങാനാണ് തീരുമാനം. നിശ്ചിത വേതനം നൽകുക, ലേബർ കോഡ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മറ്റന്നാൾ വരെയാണ് ഓൺലൈൻ ടാക്സി സംയുക്ത സമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഉബർ, റാപ്പിഡോ, ഒല തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ബഹിഷ്കരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. സൊമാറ്റോ, സ്വിഗ്ഗി, ആമസോൺ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേരും. സർക്കാർ നിശ്ചയിച്ച മിനിമം നിരക്ക് നടപ്പിലാക്കുക, പ്രതിദിന സബ്സ്ക്രിപ്ഷൻ തുക കുറയ്ക്കുക, ലേബർ കോഡ് നടപ്പിലാക്കുക, തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയവയാണ് സമരാവശ്യങ്ങൾ. ഓട്ടോയ്ക്കുള്ള റേറ്റിനേക്കാൾ വളരെ കുറവാണ് കാറുകാർ ഓടുന്നത്. ഏകീകൃതമായ ഒരു റേറ്റ് ഘടന പോലും ഇല്ലാതെയാണ് ഈ ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇതിന് സർക്കാരാണ് ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത്. സർക്കാരാണ് ഇതിനെ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റേണ്ടത്. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ലെന്നും അടിസ്ഥാന സൗകര്യം പോലും നിഷേധിക്കപ്പെടുന്നുവെന്നും പരാതിയുണ്ട്. പരമ്പരാഗത ടാക്സി തൊഴിലാളികളുമായി നടക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നു. സമരം ആരംഭിച്ചതിന് പിന്നാലെ കൊച്ചിയിൽ ഉബർ തൊഴിലാളികളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തി. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കമ്പനി അധികൃതർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആവശ്യം പരിഗണിക്കുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. അതേസമയം ഭരണപക്ഷ തൊഴിലാളി സംഘടനയായ CITU സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. സർക്കാർ നേതൃത്വത്തിലുള്ള കേരള സവാരി കൂടുതൽ സർവീസുകൾ നടത്തും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.